ഗായ്സ് ഈ വ്യൂ എടുത്തിട്ട് കുറേ ദിവസമായി. ഇപ്പം എൻ്റെ വീട്ടിലായിട്ട് ഇങ്ങനത്തെ വ്യൂ ഒന്നും കാണാനില്ല. ഇപ്പോൾ വന്നേക്കന്നെ കണ്ടോ, നല്ല തണുപ്പാണ്. ഈ വ്യൂ കണ്ടൊരു വേഗം എടുത്താണ്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മിസ്സിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ തന്നെ. പിന്നെ വേഗം എൻ്റെ റൂമൊക്കെല്ലാം ഒന്ന് കയറി നോക്കി കണ്ടു. രാവിലെ എൻ്റെ റൂമിൽ കയറി നോക്കി ഒരു ഇടങ്ങേറുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് റൂമല്ല, അപ്പോൾ ഇത് കാണുമ്പോൾ സങ്കടം. പിന്നെ അത് സാഹചര്യം നമ്മൾ അതിനനുസരിച്ച് നിൽക്കണ്ടേ. പിന്നെ നമ്മൾ ചീയപ്പെടുക്കുന്നൊരു ചീയപ്പത്തിൻ്റെ സൗണ്ട് ഇട്ടും കണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ചീയപ്പത്തിൻ്റെ സൗണ്ടല്ല ഇവിടെ കേൾക്കുന്നത്. ഇവിടെ അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ അനിയനെ ഇന്ന് തിരിച്ച് ഒമാനിക്ക് പോവാണ്. അപ്പോൾ അമ്മായിമാരെ സൗണ്ട് അയക്കുന്നത്, അപ്പത്തിൻ്റെ ഒരു സൗണ്ട് പോലും ഞാൻ കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ സൗണ്ട് കട്ട് ചെയ്തിട്ടാണ് അങ്ങനെ എടുത്തത്. പിന്നെ എമിലൂട്ടനെ എണീച്ച് വന്നു. കുറേ വിളിക്ക് ശേഷം എണീച്ചിരുന്നു. പല്ല് കാണിച്ചു തരാൻ പറഞ്ഞതാണ്. ക്യാമറേൻ്റെ ഉള്ളിൽ അങ്ങ് വരികയാണ് കുട്ടി. പിന്നെ ഓനക്ക് ഈ അപ്പയും കറിയൊക്കെ കൊടുത്ത് കണ്ടോ, ഓൻ ബാഗൊക്കെ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൻ എടുക്കാൻ പറ്റില്ല കേട്ടോ. ആ തിരക്കിനുള്ളിൽ കണ്ടത് ഇതെൻ്റെ മോൻ പൊട്ടിച്ചതാണ്. എന്നിട്ട് പറയാം കുട്ടികൾക്ക് ചെറുതുമാണ്, അതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ചത്. എന്താ ഓൻ എന്ത് ചെയ്താലും എന്നോട് കുഴപ്പമില്ല. ഓനതിന് വളച്ചൊടിക്കും. കണ്ടോ എന്തോരം ഇടങ്ങേറാന്നറിയോ പാവം ഉമ്മ. ഉമ്മാൻ്റെ വടിയൊക്കെ പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വീടും കടന്നു പോയത്. പിന്നെ എൻ്റെ ഉമ്മമ്മ ഉണ്ടാക്കി തന്നിട്ട്, അത് നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കൂലേ വട്ട്, ഈ ചൂടോടെ വെക്കുന്നതിന് വേണ്ടി ഉമ്മമ്മ കൈകൊണ്ട് തെരിക പോലെ ഉണ്ടാക്കി തന്നാണ്. പിന്നെ മീൻ വറുത്തവും തക്കാളി ചട്നി ഉണ്ടാക്കി അതിൻ്റെ ഒരു കേക്ക് നിന്നും ഒക്കെ കഴിഞ്ഞു. എല്ലാവരും പോയി. ഇനി ഞാൻ ചിലപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെ തിരിച്ചു പോകും. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബായ്.